ഈ പ്രൈഡ് പരേഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എതിർ കമന്റ്സ് ആണ്. അതായത് ഈ മാനവീയം വീതിയിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ ഇവരുടെ ഈ പരേഡ് എന്നൊക്കെയുള്ള ഒരു കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. അതിനോട് എന്താണ് ശീതളിന്റെ ഒരു അഭിപ്രായം? പ്രൈഡ് 2010 ആരംഭിക്കുന്നത്. ഞാൻ പ്രൈഡിന്റെ ഫൗണ്ടർ മെമ്പറാണ്. നമ്മളത് ആരംഭിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇത് 13ാമത് പ്രൈഡ് എത്തി നിൽക്കുമ്പോൾ മാനവീയം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല പ്രൈഡ് നടത്തുന്നത്. അത് ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം പ്രൈഡ് കർട്ടൻ റൈസർ നടക്കാറുണ്ട്. അത് മിനി പ്രൈഡായിട്ട് ഓരോ ജില്ലകളിലും അവിടുത്തെ സംഘടനകൾ എടുത്ത് നടത്തുന്നതാണ്. മുഖ്യമായിട്ടുള്ള പ്രൈഡ് കെയർ പ്രൈഡ് കേരളം എന്ന് പറയുന്ന സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ അത് കൊല്ലത്ത് നടന്നിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് നടന്നിട്ടുണ്ട്, എറണാകുളത്ത് നടന്നിട്ടുണ്ട്, മലപ്പുറത്ത് നടന്നിട്ടുണ്ട്, കോഴിക്കോട് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒത്തിരി ജില്ലകൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു വയനാട് പോലും പ്രൈഡ് നടന്നു. വയനാട് ട്രൈബൽ ഏരിയ എന്നൊക്കെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഇത് മാറുന്നുണ്ട്. ട്രൈബൽ ഏരിയയിൽ ട്രാൻസ് ആളുകൾ വരുന്നുണ്ട്, അവിടെ കമ്മ്യൂണിറ്റി വളർന്നു വരുന്നുണ്ട്. ഇടുക്കിയിൽ പ്രൈഡ് നടന്നു. അപ്പൊ അതൊക്കെ ചേഞ്ച് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമ്മൾ കൊറോണ സമയങ്ങളിൽ നമുക്ക് പ്രൈഡ് നടത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത്. മലപ്പുറം കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡ്രത്ത് ചെയ്തത്. മലപ്പുറം ചെയ്തപ്പോൾ പോലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സമൂഹത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്. ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് മാനവീയം വീതിയിൽ മാത്രം. അല്ലല്ല, മാനവീയം വീതിയിൽ പ്രധാനമായിട്ടും ഒയാസിസ് കൾച്ചർ സൊസൈറ്റി മാനവീയം കലാകേന്ദ്രവും കൂടി ഒരുമിച്ചാണ് ആ പ്രൈഡ് ഓർഗനൈസ് ചെയ്യുന്നത്, നടത്തുന്നതും. പക്ഷെ കേരള കെയർ പ്രൈഡ് കേരളം ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും മാക്സിമം ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പം ഈ വർഷം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആലോചിച്ചു. അപ്പൊ അവിടെ മാനവീയത്തിന്റെ ഫെസ്റ്റ് നടന്നിട്ടുണ്ട്, നമ്മുടെ പ്രൈഡും നടന്നിട്ടുണ്ട്. അപ്പം പ്രൈഡിനോടനുബന്ധിച്ച് നടക്കുന്ന കൾച്ചറൽ റൈസർ ആണ് ഓരോ സ്ഥലങ്ങളിൽ. അത് മാനവീയത്ത് ചിലപ്പോൾ 1-2 തവണയെ നടക്കും. കാരണം അവിടെ ഒത്തിരി സംഘടനകളുണ്ട്. അവർ ചിലപ്പോൾ ഒരു പ്രശ്നം നടത്തും, വേറെ സംഘടന വേറെ പ്രശ്നം നടത്തും. അത് പ്രൈഡായിട്ട് നമുക്ക് തോന്നുന്നതാ. എങ്ങനെയായാലും കുഴപ്പമില്ല, എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ. ഈ നമ്മള് ഈ സൊസൈറ്റി കൂടുതലായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ട്രാൻസ്ജെൻഡേഴ്സിന് അവർ മനുഷ്യരല്ലേ, അവർക്ക് സാധാരണയായിട്ടുള്ള ജോലി ചെയ്തൂടെ, എന്തിനാണ് അവർ ഈ സെക്സ് വർക്കിലേക്ക് പോകുന്നു എന്നുള്ളൊരു കമന്റ്സ് ശീതളും കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ആളുകൾ പറയുന്ന മെയിൻലി ഈ എറണാകുളം ജില്ലയിലൂടെ നടക്കുമ്പോൾ പല സ്ഥലത്തും രാത്രി കാലങ്ങളിൽ ആളുകളെ സെക്സ് വർക്കിന് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിന് നല്ല ഉയർന്ന രീതിയിലുള്ള ജോലി കിട്ടുന്നുണ്ട്, സാധാരണ രീതിയിലുള്ള ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്ന ഒരു ബാഡ് കമന്റ് ആണ് ഇവരെന്തിനാണ് ഈ സെക്സ് വർക്കിന് പോകുന്നത് എന്നുള്ളത്. ശീതളിന് അതിനോടുള്ള അഭിപ്രായം എന്താ? ഒന്ന്, സെക്സ് വർക്ക് എന്ന് പറയുന്നത് അത് തൊഴിലാണ്. അത് തൊഴിലായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നവരാണ് അത് ചെയ്യുന്നത്. അതിനെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഒന്ന്, ഇപ്പം നമുക്കറിയാം നമ്മൾ എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് നമ്മുടെ തീരുമാനം. നമ്മുടെ ബോഡി ടൂളാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയി നിന്നാല് 5 to അല്ലെങ്കിൽ ഒരു മോർണിംഗ് 10 to 5 ജോലി ചെയ്യണം, ഒരു 7 hour ഒക്കെ ജോലി ചെയ്യണം, 8 hour ഒക്കെ ജോലി ചെയ്യണം. നമുക്ക് കിട്ടുന്നത് എത്ര ശമ്പളമായിരിക്കും? ഒരു 1000 rupees ഒക്കെ ആയിരിക്കും ഒരു ഷോപ്പിൽ മോളിലൊക്കെ ജോലി ചെയ്താൽ കിട്ടാമല്ലോ. അതിൽ നമ്മുടെ ട്രാവലിങ്, ഫുഡ് എക്സ്പെൻസ് ഒക്കെ പോയി കഴിഞ്ഞാലും അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുള്ളൂ. ഇതൊരു 1 time 2 hour ഒക്കെ നിന്നാലും നമുക്ക് 1000 or 10,000 ഒക്കെ ഉണ്ടാക്കാം വൺ ഡേ. അതില് വിഷമമുള്ള ആളുകളായിരിക്കും അത് സംസാരിക്കുന്നത്. പിന്നെ പലരുമായി സെക്സ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ്. ശരിക്കും ഇത് വാങ്ങാൻ ചെല്ലുന്നത് ആരായിരിക്കാം? ഇവിടുത്തെ പുരുഷാധിപത്യത്തിൽ നിന്നുള്ള പുരുഷാധിപത്യ ബോധമുള്ള ആണുങ്ങൾ തന്നെയായിരിക്കാം, അല്ലെ? ഹെട്രോസെക്ഷലോ ബൈസെക്ഷലോ ആയിട്ടുള്ള ആണുങ്ങൾ തന്നെയായിരിക്കാം. റിയൽ ഹെട്രോസെക്ഷൽ പുരുഷന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്ജെൻഡർ മെന്നൊക്കെ ആണെങ്കിൽ അവർക്കിപ്പോൾ സ്ത്രീകളെടുത്ത് പോയാൽ മതി. എന്തുകൊണ്ട് ട്രാൻസിനെടുത്ത് പോകുന്നു? ട്രാൻസിനോടുള്ള സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളത് വേണ്ട, അല്ലെ? നിങ്ങൾ സ്ത്രീകളുടെ അടുത്താണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റി ഹെട്രോസെക്ഷുവാലിറ്റി ആയിരിക്കണം. നിങ്ങളൊരു ബൈസെക്ഷുവാലിറ്റി ഉള്ള ആളായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്ഷുവാലിറ്റി ഒരു ട്രാൻസ്സെക്ഷലിനോട് തോന്നുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോമിനോട് തോന്നുന്ന ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സെക്ഷൽ ഓറിയന്റേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് പോകുന്നത്. അത് നിങ്ങളുടെ തോട്ട് വരുന്നത് കൊണ്ടാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളും ഒരു ക്യൂർ ആളാണ് അല്ലേ? ഇവിടേക്ക് സെക്സ് വാങ്ങാൻ വരുന്ന നിങ്ങളും ഒരു ക്യൂർ പേഴ്സണാ. എന്നിട്ട് ഇത് വാങ്ങിക്കഴിഞ്ഞ് തിരിച്ചു പോയിട്ടാണ് ഇവരെന്ത് പറയുന്നത്? ഇത് കുറ്റം പറയുന്നത്. ഈ സെക്സ് വർക്കിനോടപ്പോ ഈ ഒരു മനോഭാവം ഈ ആളുകൾ പറയുന്ന ഈ ഒരു കമന്റിനോട് ശീതൾ അത് പോസിറ്റീവായിട്ടാണ് ഈ ഒരു സെക്സ് വർക്കിനെ കാണുന്നത്? അല്ല, നമ്മളൊന്നും ആലോചിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് സെക്സ് വർക്കിംഗ് ക്രൂസിംഗ് സൈറ്റുകളുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായതാന്ന് പറയാം. എന്ത് എറണാകുളത്തോ ഇവിടെ നിന്നൊക്കെ ആളുകളുണ്ട്. അല്ല, പഴയ കാലത്തും ഉണ്ട്. ഇപ്പം നമ്മുടെ ഏത് പുരാണങ്ങൾ എടുത്ത് നോക്കിയാണേലും സമ്പ്രദായങ്ങളുണ്ട്. ദേവദാസി സമ്പ്രദായം ഉണ്ട്, പലതരം സമ്പ്രദായങ്ങളുണ്ട്. ഈ സമ്പ്രദായം ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാ അല്ലേ? ബ്രിട്ടീഷ് കൊളോണിയൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് പല ബ്രിട്ടീഷ് രാജ്യത്ത് എന്തുണ്ട്? ബ്രോത്തൽസും ഉണ്ട് അല്ലെ? നമ്മൾ എന്തുകൊണ്ടാ പട്ടായ പോകുന്നേ? പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണോ? അല്ല, ഇവിടെയുള്ള പ്രകൃതി ഭംഗിയൊന്നും അവിടെ ഇല്ല സത്യത്തില്. ശരിക്കും ഇതൊക്കെ ആസ്വദിക്കാൻ തന്നെയാണ് പല സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പോകുന്നതും. അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ആസ്വദിക്കാൻ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയില് സോനാഗാച്ചി ഉള്ളതും റെസ്ട്രീറ്റ് ഉള്ളതും ഒക്കെ ഓരോ ഭരണത്തിന്റെ കീഴിലാ അല്ലേ? ഇപ്പം മഹാരാഷ്ട്ര ഗവൺമെന്റിന് എന്തുകൊണ്ട് ഒരു പുനരാലോചന നടത്തിക്കൂടാ? റെസ്ട്രീറ്റ് വേണ്ട. പക്ഷെ ഇപ്പൊ അവര് ചെയ്യുന്നത് റിനോവേഷനാ. അതായത് പുതുക്കി പണിയാ ചെയ്യുന്നത്. കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായിട്ട് മാറ്റി കൊടുക്കുക ചെയ്യണത്. മനസ്സിലായോ? അതൊരു റീഹാബിലേഷൻ മൂഡിലായിട്ടും പോലും അത് വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുന്ന എന്തുകൊണ്ടാ? ഇത് വേണം, ഇത് ആവശ്യമാണ്, സിസ്റ്റത്തിന് ആവശ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് സിസ്റ്റം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഒരു ഭരണകൂടത്തിന് വിചാരിച്ചാൽ എളുപ്പത്തിൽ തുടച്ചു നീക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതൊക്കെ അല്ലേ? നിർബന്ധമായും. അപ്പം നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും അതുണ്ട്. ഇപ്പം നമ്മൾ കേരളം വിട്ടാല് തമിഴ്നാടോ കർണാടകയോ ഹൈദരാബാദോ ഒക്കെ ബ്രോത്തൽസ് ഉണ്ട്, ഹമാംസ് ഉണ്ട്, സിറ്റുവേഷൻസ് ഏരിയസ് ഒക്കെ ഉണ്ട്. ബട്ട് മറ്റ് നാടുകളിലെ പോലെ നിയമപരമായിട്ടുള്ള അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു പ്രൊഫഷണലായിട്ട് ആരും എടുക്കത്തില്ല. പക്ഷെ മറ്റ് നാടുകളിൽ അതൊരു പ്രൊഫഷണലിസമാണ്. ഓക്കെ, പക്ഷെ ഈ പ്രൊഫഷണലിസത്തിന് ചെറിയൊരു വഴി തെളിയിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് 2022. കേരളത്തിൽ അപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ പ്രൊഫഷനായി കാണണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ശീതൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെ ഒരു പ്രൊഫഷനായി എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ അറിയാതെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഇത്. ഇപ്പോൾ നമ്മളിത് എറണാകുളം സിറ്റി എന്നാണ് പറയുന്നത്. എറണാകുളം സിറ്റിയെക്കാളും കൂടുതൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെ ആയിരിക്കാം. കാരണം എറണാകുളത്തെക്കാൾ മുമ്പ് സെക്സ് വർക്കിംഗ് ക്രൂസിംഗ് സൈറ്റ് ഉണ്ടായിട്ടുള്ളത് കോഴിക്കോടാ, തൃശ്ശൂരും ഓക്കെ. അതിനുശേഷമാണ് ഓപ്പൺ ആയിട്ട് എറണാകുളത്ത് നിൽക്കാൻ തുടങ്ങിയതും ട്രിവാൻഡ്രത്തൊക്കെ നിൽക്കാൻ തുടങ്ങിയതും. ഇന്നിപ്പോൾ കേരളത്തിന്റെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ കമ്മ്യൂണിറ്റീസും ഉണ്ട്. അവര് ചുമ്മാ ഒറ്റയ്ക്ക് നിന്നാൽ ഇതുണ്ടാവില്ലല്ലോ. ഇത് വാങ്ങാൻ ആളുകൾ വരുന്നുണ്ടല്ലോ, യുവാക്കളോ പുരുഷന്മാരോ. അതിൽ പലതരം പുരുഷന്മാര് വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞവരുണ്ട്, ഭാര്യമാരുള്ളവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്, 2 ഭാര്യമാരും 3 ഭാര്യമാരുള്ളവരുണ്ട്, മന്ത്രിമാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, MLA-മാരുണ്ട്, സിനിമാക്കാരുണ്ട്, പത്രക്കാരുണ്ട്, ജഡ്ജുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്. എത്ര പേരെ കോണ്ടാക്ട് വേണം നമ്മുടെ കയ്യില്? ഇവിടെ നിൽക്കുന്ന ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഈ ലക്ഷക്കണക്കിന് രൂപയൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ അവരുടെ ഗൂഗിൾ പേ ചെക്ക് ചെയ്താൽ മതി. ഏത് അക്കൗണ്ടിൽ നിന്നാ പണം വന്നതെന്ന് അറിയാം, ഏത് മഹാന്റെ കയ്യിൽ നിന്നാ വന്നതെന്ന് അറിയാം. ഈ മഹാന്മാരാണ് ഇരുന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങള്. അപ്പൊ ഇത് ഇവർക്കും ആവശ്യമാണ്. മനസ്സിലായോ? എല്ലാവർക്കും ആവശ്യമാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഓരോ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും വീട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വരുമാനത്തിലാ. അവരൊരു ഷോപ്പിംഗ് മാളിലോ മെട്രോയിലെ ഹൗസ് കീപ്പിംഗ് ഫെസിലിറ്റിയിൽ നിന്ന് ചിലപ്പോൾ അതിന് വീട് വാങ്ങാൻ പറ്റൂല. അവരുടെ ശരീരത്തിനനുസരിച്ച് ശസ്ത്രക്രിയ ചെയ്യാനോ കോസ്മെറ്റിക് സർജറി ചെയ്യാനോ അവർക്ക് സാധിക്കത്തില്ല. അവര് എളുപ്പമുള്ള പണി ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം.
വൈ? ഇത് ആവശ്യമുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിന് പണമുണ്ട്, പണം ചെലവാക്കാൻ ആളുണ്ട്, അതിനവർക്ക് സമയമുണ്ട്. അത് ഇവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം? അപ്പം അതൊരു ശരിക്കും ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സെക്സ് വർക്കിംഗ് ക്രൂസിംഗ് സൈറ്റുകളിൽ ഇത്തരം ആളുകൾ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്യൂ ഉണ്ടാക്കാതെ നോക്കേണ്ടത് പോലീസിന്റെ കടമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. അപ്പം അതുപോലെ നമ്മുടെ ഇവിടെ പോലീസ് എന്താ പറയുക, ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇടപെടും. അതായത് പുറത്തുനിന്നുള്ള ആളുകളുടെ ഇഷ്യൂസ്. പക്ഷെ കമ്മ്യൂണിറ്റിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറില്ല. വലിയ ഇഷ്യൂസ് ഒന്നും അവരെ പണ്ടത്തെ പോലെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ക്ലയൻസ് ബഹുമാനപൂർവ്വം പെരുമാറുന്നവരുണ്ട്, മോശം പെരുമാറുന്നവരുണ്ട്. ഒന്ന് നമുക്കറിയാം, ഈ കൊച്ചി ബേസ്ഡ് ഒത്തിരി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, മദ്യപിക്കുന്ന ആളുകളുണ്ട്. അപ്പം ചില ചെറിയ യുവതലമുറയിൽപ്പെട്ട ആളുകളൊക്കെയാണ് കുറച്ചും കൂടി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ വരുന്നവരും മിക്കവാറും പേര് വളരെ അന്തസ്സോടു കൂടി ഇത് വാങ്ങുകയും അവര് കാര്യം കഴിഞ്ഞ് പോവുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മള് സമൂഹത്തിൽ ഇത് പറയാൻ പറ്റുന്ന മാന്യന്മാരാരാണെന്നൊക്കെ നമ്മൾ ശരിക്കും ചോദിക്കേണ്ടി വരും. യെസ്, ഡെഫിനറ്റ്ലി. കാരണം ഐ ഡോണ്ട് നോ, ഇപ്പം നമുക്ക് ഇപ്പം ചിലര് ഇതിനെ കുറിച്ചൊക്കെ പറയാൻ വാചാലരാവുന്നത് കാണാം. എന്താ ഇത് സമൂഹത്തിന്റെ അപജയം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവര് തന്നെ നമ്മുടെ ഇൻബോക്സുകളിൽ വരും, നമ്മുടെ സോഷ്യൽ മീഡിയ വരും. നമുക്കിത് അറിയുന്നതാ പലരുടെയും ക്യാരക്ടേഴ്സ്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആണുങ്ങൾ അവരുടെ അടുത്ത് ശരിക്കും ഉള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഇല്ലാതെ അവരെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ വാക്ക് തന്നെ തെറ്റ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആണുങ്ങൾ. അപ്പോൾ വളഞ്ഞ വഴിയുള്ള ആണുങ്ങൾ ആരൊക്കെയാണെന്നുള്ളതാണ്. ഇത് പലപ്പോഴും യൂസ് ചെയ്യുന്നതാ പലരും, അതറിയാതെയെങ്കിലും. അതായത് ചില പുരുഷന്മാര് നമ്മളവിടെ കാണാം, നമ്മൾ ജസ്റ്റ് അവരുടെ അടുത്ത് ചിരിക്കുകയായിരിക്കും. അപ്പൊ അവര് ഉടനെ പറയും ഞാൻ സ്ട്രെയിറ്റ് ആന്ന് പറയും. അവർ ഫിയറുണ്ട്. കാരണം അവർക്കറിയത്തില്ല, ഒന്ന് അവരോട് സ്നേഹം കൊണ്ട് ചിരിക്കുന്നത്, അല്ലാതെ സെക്ഷൽ ഫീലിംഗ് കൊണ്ട് ചിരിക്കുന്നതല്ല. എനിക്ക് അയാളോട് സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ എന്റെ ചോയ്സ് ആയിരിക്കണം അയാള്. എനിക്ക് അയാളുടെ അട്രാക്ഷൻ ഉണ്ടായിരിക്കണം. എനിക്ക് അയാളോട് എന്തുണ്ടായിരിക്കണം, എന്റെ ഓറിയന്റേഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്റെ സെക്ഷാലിറ്റി പെട്ട കാര്യമാണ്. അല്ലാതെ കാണുന്നവരോട് എല്ലാവരോടും നമുക്ക് തോന്നത്തേയില്ല. പ്രേമവും തോന്നത്തില്ല, രതിയും തോന്നത്തില്ല. പ്രേമം തോന്നിയതിന് ശേഷമല്ലേ നമുക്ക് ഒരാളോട് രതി തോന്നത്തുള്ളൂ. പക്ഷെ ആൾക്കാരെ വിചാരം ഇവരെ നോക്കുമ്പോഴേക്കും അവരെന്ത് കയറി പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചില ആണുങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആവും. നിങ്ങൾ സ്ട്രെയിറ്റ് ആണെന്ന് ആരാ പറഞ്ഞു? ഇവിടെ ആരാ സ്ട്രെയിറ്റ് ഉള്ളത്? സ്ട്രെയിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ പദത്തിന് വേറെ പദമുണ്ട്. ഹെട്രോസെക്ഷൽ മെന്നോ സിസ് മെന്നോ പറയണം. അപ്പം സ്ട്രെയിറ്റ് ആണെങ്കിൽ അപ്പൊ ബാക്കിയുള്ളവരൊന്നും സ്ട്രെയിറ്റ് അല്ലേ. അപ്പൊ ഗേ ആയിട്ടുള്ളൊരു ആള്, അയാളെന്ത് വളഞ്ഞ വഴിയുള്ള പുരുഷനാണോ? അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ മെൻ, അയാളെന്താ വളഞ്ഞ വഴിയുള്ള ആളാണ്? അല്ലല്ലോ, സ്ട്രെയിറ്റ്. അയാളും സ്ട്രെയിറ്റ് തന്നെയല്ലേ, നിങ്ങളും സ്ട്രെയിറ്റ് തന്നെ. അപ്പൊ സ്ട്രെയിറ്റ് എന്ന വാക്ക് എപ്പോഴും ഈ പാശ്ചാത്യമായി വന്നിട്ടുള്ള ഒരു വേർഡാ. അതിന് എപ്പോഴും ഭയങ്കര ഞാൻ സ്ട്രെയിറ്റ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു അന്തസ്സുണ്ട്, ഞാനൊരു ഹെട്രോസെക്ഷൽ മെന്നാണ്, ഞാൻ ബാക്കിയുള്ള. കാരണം ക്വയർ അല്ലെങ്കിൽ ഹോമോസെക്ഷാലിറ്റി ബൈസെക്ഷാലിറ്റി ഒക്കെ ക്രിമിനലൈസ് ആണല്ലോ ഈ നാട്ടില്. അപ്പൊ സ്ട്രെയിറ്റ് ആന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി സംഭവമാണ്. തെറ്റുകളിലേക്കൊന്നും പോകുന്നില്ല, കള്ളന്മാരല്ല ഞങ്ങളെന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. അതില് എല്ലാവരും സ്ട്രെയിറ്റ് തന്നെയാണ്. ഇപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ഇതിൽ എക്സ്പെരിമെന്റ് അല്ലെന്നല്ല. ഇപ്പം നമ്മളെല്ലാവരും വിചാരിക്കും, ഇപ്പൊ ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ നമ്മൾ പറയും അവളങ്ങനെ ഡ്രസ് ചെയ്തിട്ടല്ലേ, അവളങ്ങനെ ഇത് ചെയ്തിട്ടല്ലേന്ന്. യഥാർത്ഥത്തില് നമുക്ക് അവയവം കണ്ടാല് എവിടുന്നാണ് നമുക്ക് ടെൻഡൻസി ഉണ്ടാവുന്നത്? ശരിക്കും നമ്മുടെ കണ്ണിനെയാണോ മൂടേണ്ടത്? നമ്മുടെ വസ്ത്രത്തിനെയാണോ മൂടേണ്ടത്? ശരിക്കും മൂടേണ്ടത് നമ്മുടെ തലച്ചോറിനെയല്ലേ? നമ്മുടെ സെക്ഷൽ ഫീലിംഗും പ്ലഷറും എല്ലാം വരുന്നത് തലച്ചോറിൽ നിന്നാ, അല്ലാതെ അവയവം കണ്ടിട്ടല്ല വരുന്നത്. അവയവം കാണാനുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ തലച്ചോറാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരാൾക്ക് അത്തരത്തിലുള്ള എക്സ്പീരിമെന്റ് ഉണ്ടാവണമെങ്കിൽ അയാളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഓറിയന്റേഷൻ ഉണ്ടാവണം. എനിക്കൊരു ട്രാൻസ്വുമണുമായിട്ട് സെക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്വുമണുമായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്നുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓറിയന്റേഷൻ
അയാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് അവര് ചോയ്സ് ആയിരിക്കണം. എന്നെ പോലെ സൗന്ദര്യം ഇല്ലാത്ത ഒരാളോ ടോളായിട്ടുള്ള ഒരാളെന്നും ചിലപ്പോ ഒരു പുരുഷന് സാധിക്കത്തില്ല. ബട്ട് ഐ എം എ ട്രാൻസ് ഐഡന്റിറ്റി. പക്ഷെ ഞാനൊരു സ്ത്രീകളെ പോലെ ഉയരം കുറയുകയോ വലിയ ഷോൾഡർ ഇല്ലാത്ത ഒരാളോ കുറച്ചും കൂടി ബ്യൂട്ടി ഒക്കെ ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ അയാളുടെ ചോയ്സ് ആയിരിക്കും. അല്ലെങ്കിൽ എന്നെ ഫെയർ ഉള്ള ഒരാളാണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടി വുമൺ ബ്യൂട്ടി എന്നൊക്കെ നമ്മള് എക്സ്പാൻഡ് ചെയ്ത് പറയുന്ന ഒരു ബ്യൂട്ടീനെയൊക്കെ ചെയ്യുന്ന ആളുകള്, അതൊക്കെയാണ്. അതൊരു എക്സ്പെരിമെന്റ് എന്നല്ല അതിനെ പറയുന്നത്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും താല്പര്യപൂർവ്വം വരുന്നവരുണ്ട്. കാരണം താല്പര്യപൂർവ്വം അല്ലാതെ അവര് നമ്മളോട് അപ്രോച്ച് ചെയ്യത്തില്ലല്ലോ. ചിലര് വളഞ്ഞ വഴി ചോദിക്കുന്നവരുണ്ട്. അപ്പൊ വളഞ്ഞ വഴി ചോദിക്കുന്നവർക്ക് അവര് വിചാരിക്കും എനിക്കിത് കേട്ടിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ആവും, എനിക്ക് അല്ല. നമ്മളിതുപോലെ ആയിരക്കണക്കിന് ചോദ്യമായിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയക്കുമല്ലോ. അപ്പോൾ ഇവര് ഹായ് സുഖമാണോ, എന്താണ് വിശേഷം, പിന്നെ ചോദിക്കുന്നത് ഇപ്പൊ ഇവിടെ താമസം, ഇപ്പൊ എന്ത് ചെയ്യുന്നു, പിന്നെ അവര് ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഇപ്പൊ എന്താ, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ അവര് പലരോടും ചോദിച്ചിട്ടുണ്ടായിരിക്കാം, പലതരം മറുപടി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ എഗെയിൻ ചോദിച്ചുകൊണ്ടിരിക്കല്ലോ ഓരോരുത്തരും. അങ്ങനെ വളഞ്ഞ രീതിയിൽ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചാൽ മതി എന്ന് ചെയ്തല്ലേ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കണം. വളഞ്ഞ വഴി ചോദിക്കുമ്പോ അതിനൊത്തിരി സമയമെടുക്കും. നമുക്ക് അവരോട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കാൻ തന്നെ മടിയാണ്. ഒന്ന് നമുക്ക് ഒത്തിരി ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവര് വിചാരിക്കുന്നത് സെക്സ് ആണ്. ഡേറ്റിംഗ് ആപ്പിലുള്ള സ്ത്രീകളോ മറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകളോ ഒക്കെ ഡേറ്റിംഗ് ആപ്പിൽ ഇവര് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രമാണെന്ന്. അപ്പം ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ നേരെ ഈ അപ്രോച്ചബിൾ ആണ്. അപ്പൊ ഇവര് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ച് കഷ്ടപ്പെട്ടിട്ട് അവര് ചോദിക്കുന്നത്, അവരതിന് ഒത്തിരി സമയം എടുക്കും. അപ്പൊ നമ്മള് ഓപ്പൺ ആയിട്ട് പറയും, നിങ്ങൾക്ക് എന്താ കാര്യം, നിങ്ങൾ ഇത്രയും വിഷമിക്കേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം ചോദിക്കൂ. നോ അല്ലെങ്കിൽ നോ പറയും, യെസ് എങ്കിൽ യെസ് എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒത്തിരി ട്രാൻസ് സുഹൃത്തുക്കൾ പറയും, ഇവരെന്ത് ഇങ്ങനെ ഞങ്ങള് കൂടെ നിൽക്കുന്ന ചർച്ചയിലൊക്കെ എന്താണ്. അപ്പം ഇവരെപ്പോഴും പറയുന്നത് ഭയങ്കര ലിറ്ററലി ഹൈ ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണല്ലോ ഈ പറയുന്ന പുരുഷൻ അല്ലെങ്കിൽ ഈ ആൺ സമൂഹത്തിലുള്ള ആളുകൾ. പക്ഷെ അവർക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പോലും പേടിയാണ് അവർക്ക്. അത്രയും ഭയമുള്ള പുരുഷന്മാരവിടെ ഉള്ളവര് കുറെ പേര്. നേരിട്ട് അത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് ഞാന്. ഞാൻ എൻ്റെ ഇൻസ്റ്റയിലേക്കാളും ഫേസ്ബുക്കിലാണ് എനിക്ക് ഫോളോവേഴ്സ് കൂടുതൽ. എൻ്റെ ബ്ലോക്ക് ലിസ്റ്റ് നോക്കിയാൽ ഒത്തിരി കാണാം. അത്രയധികം പേര് എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അത്രയും സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അതെനിക്ക് ഞാൻ 2000 ബാംഗ്ലൂർ പോകുന്നത്. അപ്പൊ 2000 ബാംഗ്ലൂർ പോകുമ്പോ അതൊരു വലിയൊരു നഗരവും വേറൊരു ഏരിയ. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് എന്നെ തിരിച്ചറിയുന്നത്, കാരണം എന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നെ പോലുള്ള മനുഷ്യരെ എനിക്ക് ആദ്യമായിട്ട് കാണാൻ സാധിച്ചത് അവിടെയാണ്. എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചത്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത്, ഞാൻ ചിരിച്ചത്, ഞാൻ ആടിയത്, ഞാൻ നൃത്തം ചെയ്തതൊക്കെ അവിടെയാണ്. അപ്പൊ അന്ന് ആ നാട്ടില് നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് അവിടെ അതൊരു നഗരമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാനുള്ള സമയമില്ല, ആർക്കൊരു സമയമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും മറ്റേത് ജെൻഡറിൽപ്പെട്ട ആളുകളൊക്കെ വളരെ ഫ്രീഡം അനുഭവിച്ച് ജീവിച്ച ആളുകളാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല. പിന്നെ അവിടെ ഇതിനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ പബ്സ് ഉണ്ട്. പിന്നെ അവിടെ MG റോഡിലൊക്കെ സെക്സ് വർക്കിന് കുട്ടികൾ നിൽക്കും. പിന്നെ അവിടെ ബ്രോത്തൽസ് ഉണ്ട്, ഹമാംസ് ഉണ്ട്. ഇപ്പൊ ഈ ഹമാംസും ബ്രോത്തൽസ് ഒക്കെ അവിടുത്തെ ഏരിയ പോലീസിന്റെ ലൈസൻസോട് കൂടിയിട്ടാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പം ഈ ഹൈവേസിലൊക്കെ ബ്രോത്തൽസ് എന്തിനാച്ചാല്
ഈ ട്രക്കിലൊക്കെ വരുന്ന ആളുകൾ, ഡ്രൈവേഴ്സിനൊക്കെ കുളിപ്പുരകൾ എന്നാണ് ഹമാം എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ ഈ കുളിപ്പുരകളിൽ അവര് വിശ്രമിക്കാനും മസാജിങ് ചെയ്യാനൊക്കെ ആയിരുന്നു. പോകെയാണ് അത് സെക്സ് ക്രൂസിങ് സൈറ്റുകളാവുന്നത്. അപ്പൊ അവിടെ ഒരു സ്ഥലം ഏരിയയിൽ തന്നെയാണ്, അവിടെ വീടുകളുണ്ട്, പബ്ലിക് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആണുങ്ങൾ വന്ന് അത് ചെയ്തു പോവും. ഇവിടത്തെ പോലെ സദാചാരം ഒന്നും പറയത്തില്ല. അങ്ങനെ അവർക്കറിയാം എത്ര പൈസ അത് ചോദിക്കും അവര്, പൈസ ഇത്ര സമയം പോകും. ശീതള ആ സമയത്ത് പോയത് 2000. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ പറയും നമ്മൾ ഭയങ്കര പുരോഗമനാണ്. ഒന്ന് സ്ലീവ്ലെസ് ഇട്ടിട്ട് ഒന്ന് മറൈൻ ഡ്രൈവിൽ പോയി നോക്കൂ നിങ്ങള്, അല്ലെങ്കിൽ ഒന്ന് 6 മണി കഴിഞ്ഞതിന് ശേഷം ഒന്ന് എറണാകുളത്ത് ഏതെങ്കിലും മെട്രോ സ്റ്റേഷന്റെ അടുത്ത് പോയി നിന്ന് നോക്കൂ. നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാളുണ്ടാവും. എവിടേക്ക് പോണേന്ന് ചോദിക്കും. ഭയങ്കര നോട്ടായിരിക്കും. നോട്ടം പോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരും അവര്. എവിടേക്കാ പോണേ, ലേറ്റ് ആയോ, കൊണ്ടുവന്നാക്കണോ, ലിഫ്റ്റ് വേണോ, ഇത് അനുഭവിക്കുന്നതുകൊണ്ടാ. അപ്പൊ ഞാൻ ബാംഗ്ലൂർ താമസിച്ചിരുന്ന സമയത്ത് തന്നെ ഞാൻ ഇലക്ട്രോണിക് സിറ്റി താമസിച്ചിട്ടുണ്ട്, ശിവാജി നഗർ താമസിച്ചിട്ടുണ്ട്, കലാശിപ്പാളയൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ IT ആയതുകൊണ്ട് അവിടെ 24 hours പെൺകുട്ടികളും പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഓപ്പണാ. അവിടെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വാഹനങ്ങൾ വരും, ചിലരൊരു ഡ്രൈവ് ചെയ്ത് പോവും. അപ്പൊ രാത്രിയൊക്കെ അവര് പോവും, പകലൊക്കെ പോവും. അവിടെ ഒന്നും മെട്രോ സ്റ്റേഷന്റെ അടുത്തുനിന്ന് ഒരാളും ചെന്നിട്ട് എന്താ ലേറ്റ് ആയി ചോദിക്കും അവര്, ഇല്ല, നെവർ. പക്ഷെ ഇവിടെ ചോദിക്കും. അത് എറണാകുളത്ത് പോലും അത് ചോദിക്കുന്നുണ്ടെങ്കിൽ ബാക്കി സിറ്റീസില് അല്ലെങ്കിൽ ബാക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ആലോചന. അപ്പൊ നമ്മൾ പുരോഗമനപരമായി എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ പോലും എവിടെയാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. എവിടെയാണ് നമ്മുടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു എംപവർമെന്റ്. അത് പല ജെൻഡറുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ബട്ട് ഈ പറയുന്ന ആളുകൾക്കൊരു ഭയമുണ്ട്. ആഫ്റ്റർ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം, അതുപോലെ ആക്റ്റുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അവർ സിനിമകൾ, അവർ മൂവ്മെന്റുകൾ, WCC പോലുള്ള മൂവ്മെന്റുകൾ, മീറ്റു പോലുള്ള മൂവ്മെന്റുകളൊക്കെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്ത് ചോദിക്കണം, ഒരു പെൺകുട്ടിയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അപ്രോച്ചബിൾ ആവണം എന്നുള്ളത് ഇവിടുത്തെ ആ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതേസമയം അവര് ഭയങ്കര ഇതിലാണ്, ഒരു ശ്രദ്ധയാണ്, അവർക്ക് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ആലോചനയുണ്ട്. കാരണം നമ്മൾ ഒത്തിരി കേസുകൾ ഈ അടുത്ത കാലത്ത് കാണുന്നുണ്ടല്ലോ, പ്രതികരിക്കുന്ന പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയില്, പോലീസിന്റെ അടുത്ത്, ബസ്സിലൊക്കെ പെൺകുട്ടികൾ പ്രതികരിക്കുകയാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ല അല്ലെ? ഇപ്പൊ പണ്ട് നടിമാര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്തൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അതിന് വിട്ട് കളഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്തൊന്നും ഇത് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ കാലത്തെ പോലെ അല്ലേ ഈ കാലം. ഈ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ തിരിഞ്ഞാലും നമ്മുടെ ചുറ്റും എന്തുണ്ട്, ഒരു ദർശിനിയുണ്ട്, ഒരു സൂക്ഷ്മദർശിനിയുണ്ട്. നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ ആരുടെയൊക്കെയോ ഒരു വാച്ചിങ്ങിലാ അല്ലെ, ചുറ്റും ക്യാമറയുണ്ട് അല്ലെ. അപ്പം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം.